ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. കർത്താവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവമഹത്വത്തിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. യേശു കണ്ണുനീർ വാർത്തു. യോഹന്നാൻ 11:35. മതനേതാക്കളും ഫരിസേയ പ്രമാണികളും യേശുവിനെ അംഗീകരിച്ചില്ലെങ്കിലും ജനസമൂഹം തന്നെ ബഹുമാനിച്ചു. തന്റെ പ്രസംഗം കേൾക്കുവാൻ വലിയ ജനസമൂഹം തന്റെ പിന്നാലെ എപ്പോഴും ഉണ്ടായിരുന്നു. ക്രിസ്തീയ വിശ്വാസിക്ക് ലഭിക്കുന്ന അനുഭവം ഇതായിരിക്കും. ചുരുക്കം ചില പ്രമുഖന്മാരുടെ അതൃപ്തി ഉണ്ടായിരിക്കാമെങ്കിലും മുൻവിധിയും സ്ഥാപിത താല്പര്യവുമില്ലാത്ത ജനത്തിന്റെ സ്നേഹം അവർക്ക് ലഭിക്കും. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഫലം ലഭിക്കുന്നത് അപ്പോഴാണ്. യേശുവിന്റെ ആകർഷക ശക്തിയുടെ രഹസ്യം ഇന്ന് നാം ധ്യാനിക്കുന്ന സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. മറ്റുള്ളവരുടെ സുഖ ദുഃഖങ്ങളിൽ ഐക്യതപ്പെടുവാനുള്ള കഴിവ് യേശുവിനുണ്ടായിരുന്നു. മാർത്തയുടെയും മറിയത്തിന്റെയും മുഖഭാവം തന്നെ സ്പർശിച്ചു. അവരുടെ ദുഃഖം തന്നെയും ദുഃഖമായി തീർന്നു. യേശു അവരോട് ചേർന്ന് കണ്ണുനീർ പൊഴിച്ചു. ഈ കഴിവുള്ളവരെ ലോകം സ്നേഹിക്കാതിരിക്കയില്ല. നമുക്കും ഈ കഴിവ് ഉണ്ടായിരിക്കണം. അപ്പോൾ ലോകത്തിന് നമ്മെ ആവശ്യമായി തീരും. നമ്മുടെ സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് ഭാരപ്പെടുവാനേ നമുക്ക് സാധിക്കുന്നുള്ളൂ. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ ഗൗരവത്തോടെ ശ്രദ്ധിക്കുവാൻ പോലും സാധിക്കുന്നില്ല. നമ്മുടെ കാര്യങ്ങൾ മാത്രം പറയുന്നതാണ് നമ്മുടെ പതിവ്. ഹൃദയഭാരങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുവാൻ വരുന്നവരെ നാം അവഗണിക്കരുത്. അത് യേശുവിന്റെ സ്വഭാവത്തിന് ചേർന്നതല്ല. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവരോട് താതാത്മ്യപ്പെടുവാൻ ഒരു ക്രിസ്ത്യാനിക്ക് സാധിക്കണം. മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ നാം വിലയിരുത്തണം. ഹൃദയഭാരങ്ങൾ ഇറക്കി വെച്ച് ആശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കുന്ന അത്താണിയായിരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന്റെ ശക്തി. ഭാരപ്പെടുന്നവരുടെ ഭാരങ്ങൾ താങ്ങുന്ന അത്താണിയാണ് ക്രിസ്ത്യാനി. അതിനുള്ള കൃപാവരം നമുക്ക് ഓരോരുത്തർക്കും കർത്താവായ ഈശോ നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം IMS സഭയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്.